നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും കെ.ടി. ജലീൽ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു വശത്ത് ലോകായുക്തയുടെ അധികാരമൊക്കെ വെട്ടി ദൂരെയെറിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അഭയ കേസിലെ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെ രക്ഷിക്കാൻ ബന്ധു കൂടിയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫ് അസാധാരണമായ വിധത്തിൽ ഇടപെട്ടുവെന്നാണ് ഇപ്പോൾ കെ.ടി. ജലീൽ വീണ്ടും ആരോപിക്കുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. 13 വർഷമായി ജസ്റ്റിസ് സിറിയക് ജോസഫ് ഈ വിഷയത്തിൽ തുടരുന്ന മൗനം അവസാനിപ്പിക്കണമെന്നാണ് കെ.ടി. ജലീൽ പറയുന്നത്. ഇപ്പോഴെങ്കിലും ആ മൗനം വെടിയണം. എന്താണ് ഫാദർ തോമസ് കോട്ടൂരുമായി സിറിയക് ജോസഫിനുള്ള ബന്ധം? നിയമസഭയുടെ മീഡിയ റൂമിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ.ടി. ജലീൽ രൂക്ഷാരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത്. ഒരു വശത്ത് ലോകായുക്തയുടെ അധികാരങ്ങളൊക്കെ കവർന്നെടുത്ത സർക്കാർ സിറിയക് ജോസഫിനെ വെറും നോക്കുകുത്തിയായി ലോകായുക്ത ജസ്റ്റിസാക്കി വെച്ചിരിക്കുന്നു. രൂക്ഷമായ വാക്കുകൾ തന്നെയാണ് കെ.ടി. ജലീൽ ഇപ്പോഴും ഉയർത്തുന്നത്. ഒന്നുകിൽ രാജിവെക്കുക, അല്ലെങ്കിൽ തനിക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിനോട് കെ.ടി. ജലീൽ ആവശ്യപ്പെടുന്നത്. ക്രൈസ്തവ സഭകൾക്ക് എന്നും തങ്ങളുടെ പൊന്നോമന തന്നെയായിരുന്നു സിറിയക് ജോസഫ്. സഭയ്ക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും അരമനയിൽ ഓടിയെത്തുന്ന പ്രകൃതം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭ പൂർണ്ണമായ മൗനം പാലിക്കുന്നത്? കോട്ടയം രൂപതയെ അക്ഷരാർത്ഥത്തിൽ പെടുത്തിക്കളഞ്ഞ അഭയ കേസിൽ പ്രതികൾക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്ത സിറിയക് ജോസഫിനെ എന്തുകൊണ്ടാണ് കോട്ടയം രൂപത പോലും കൈവിട്ടിരിക്കുന്നത്? കെ.ടി. ജലീൽ ഇത്രയേറെ രൂക്ഷാരോപണങ്ങൾ സിറിയക് ജോസഫിന് നേരെ തൊടുത്തുവെങ്കിലും സഭ പുലർത്തുന്ന മൗനം സംശയാസ്പദമാണ്. കെ.ടി. ജലീലിന് ഇക്കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. മുൻപ് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച ലോകായുക്തയെ ഒരു പാഠം പഠിപ്പിക്കുക. അതിനേക്കാൾ വലിയ കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ കെ.ടി. ജലീൽ വെച്ചു പുലർത്തുന്നത്. കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലുണ്ടായ ആ വിള്ളൽ തന്നെ പൂർണ്ണമായി മുതലെടുക്കുകയാണ് കെ.ടി. ജലീൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സഭയ്ക്കുള്ളിൽ കൂടുതൽ കരുത്തനായ സിറിയക് ജോസഫിനെതിരെ ആഞ്ഞടിക്കുക. അതുവഴി മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ തനിക്ക് വന്നു ചേരുമെന്ന് കെ.ടി. ജലീൽ കണക്കുകൂട്ടുന്നു. മറുപുറത്ത് ജസ്റ്റിസ് സിറിയക് ജോസഫിന് വേണ്ടി സഭ ചെറുവിരൽ അനക്കാത്ത കാഴ്ച. സഭയിലെ വൻതോക്കുകളൊന്നും ഒരക്ഷരം ഉരിയാടുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ പോലും സിറിയക് ജോസഫിന് വേണ്ടി യാതൊരുവിധ ഇടപെടലുകളും പ്രകടമാകുന്നില്ല. 2008 കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിരുന്ന സിറിയക് ജോസഫ് ബംഗളൂരുവിലെ നാർക്കോ അനാലിസിസ് ലാബിലെത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം. ലാബിലെത്തിയ അദ്ദേഹം ഫാദർ കോട്ടൂരിൻ്റെ നാർക്കോ അനാലിസിസ് പരിശോധനയെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് ലാബിലെ അസിസ്റ്റന്റ് ഡോക്ടർ എസ് മാലിനി വ്യക്തമാക്കിയത്. ഇതാണ് കെ.ടി. ജലീലിൻ്റെ ആരോപണത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യം. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് കെ.ടി. ജലീൽ ഇപ്പോൾ വലിയ ആയുധമാക്കുന്നത് എന്നത് ഏറെ ദുരൂഹം. കെ.ടി. ജലീൽ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാൻ നിരവധി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഇതിനകം തന്നെ മുസ്ലിം ലീഗ് LDFിലേക്ക് വന്നുപെട്ടാൽ ഒരുപക്ഷെ തൻ്റെ നില പരുങ്ങലിലാകും എന്ന് കെ.ടി. ജലീലിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ സമുദായത്തിനുള്ളിൽ തൻ്റെ സ്വാധീനം കൂടുതൽ ശക്തമായി ഉറപ്പിച്ചു നിർത്തണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇതുവരെ പൂർണ്ണമായി മാഞ്ഞുപോയിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസികളുമൊക്കെ ഇപ്പോഴും അന്വേഷണം തുടരുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ.ടി. ജലീൽ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങളിൽ വീണ്ടും ഇടം പിടിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നു. ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി തങ്ങൾ ഒരു കാരണവശാലും UDF വിട്ടുപോകില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഉള്ളിലിരിപ്പ് വേറെയാണ്. ഭരണമില്ലാതെ അത്രയേറെയൊന്നും മുൻപോട്ട് പോകാൻ മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് വള്ളത്തിലും ഒരുമിച്ച് കാലുകുത്തിയുള്ള യാത്രയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. തൊട്ടപ്പുറത്ത് കെ.ടി. ജലീലിന് നെഞ്ചിടിപ്പ് കൂടുന്നതും അതുകൊണ്ട് തന്നെ. പിണറായി വിജയൻ കുഞ്ഞാപ്പയെ LDFിലേക്ക് വിളിച്ചു കയറ്റിയാൽ തൻ്റെ നില എന്നേക്കുമായി അസ്തമിച്ചു പോകും. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തോടെ ഇവിടെ നിൽക്കണമെങ്കിൽ ശക്തമായ ചില ആക്രമണങ്ങൾ നടത്തി തൻ്റെ സമുദായത്തിൽ സ്വാധീനമുറപ്പിക്കണം. ഫാദർ തോമസ് കോട്ടൂരിൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റെ ഭാര്യയുടെ സഹോദരിയെയാണ്.
ഈ ബന്ധം മറച്ചുവെച്ചുകൊണ്ടാണ് അന്ന് സിറിയക് ജോസഫ് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലെത്തിയതെന്ന് ജലീൽ ആരോപിക്കുന്നു. അന്ന് ഫോറൻസിക് ലാബിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ എസ് മാലിനി CBI അഡീഷണൽ SP നന്ദകുമാർ നായർക്ക് നൽകിയ മൊഴിയാണ് ഈ ആരോപണത്തിന്റെ കാതൽ. കർണാടക ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സിറിയക് ജോസഫ് അല്ലാതെ മറ്റാരുമല്ല ബാംഗ്ലൂർ FSLൽ ഞങ്ങളെ സന്ദർശിച്ചത്. കുറ്റക്കാരെന്ന് സംശയിക്കപ്പെട്ട 3 പേർ ഉൾപ്പെടെയുള്ളവരിൽ ഞാൻ നടത്തിയ നാർക്കോ അനാലിസിസിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് ഞാനന്ന് വിശദീകരിച്ചു കൊടുത്തിരുന്നു. ഇത് 30/6/2009 ഞാൻ താങ്കൾക്ക് നൽകിയ മൊഴിയിലുണ്ട് എന്നാണ് മാലിനി പറഞ്ഞിരിക്കുന്നത്. ഈ മൊഴിപ്പകർപ്പ് ജലീൽ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരു ന്യായാധിപനെയാണോ നിങ്ങൾ ലോകായുക്തയിൽ ജസ്റ്റിസാക്കി വെച്ചത് എന്ന ചോദ്യത്തോട് ജലീലിന്റെ ഉത്തരം പക്ഷേ ഏറെ പരിഹാസമുളവാക്കുന്നതാണ്. ഒരാളെ തുന്നിച്ചു നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് KT ജലീൽ പറയുന്നത്. എന്നാൽ KT ജലീലിനെ മന്ത്രിസ്ഥാനത്തു നിന്ന് പടിയിറക്കി വിട്ടതിന്റെ ആ കലിപ്പ് തന്നെയാണ് സിറിയക് ജോസഫിനോടുള്ളത്. അതാണ് ഏറ്റവും ശക്തമായ കാരണവും. ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി KT ജലീൽ നേരിട്ട് ഉള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. വ്യക്തിപരമായ ആരോപണങ്ങളാണ് ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നത്. നേരത്തെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഐസ്ക്രീം കേസും ഡോക്ടർ ജാൻസി ജെയിംസിന്റെ നിയമനവും തമ്മിൽ ചേർത്ത് വെച്ച് ചില കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ജാൻസി ജെയിംസിനെ നിയമിച്ചതിന്റെ പ്രത്യുപകാരമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് തീർപ്പാക്കി കൊടുത്തതെന്ന ഗുരുതര ആരോപണമായിരുന്നു അന്ന് KT ജലീൽ ഉയർത്തിവിട്ടത്. സുപ്രീം കോടതിയിൽ വെറും 6 കേസുകൾ മാത്രം തീർപ്പാക്കിയ ജസ്റ്റിസ് സിറിയക് ജോസഫ് ലോകായുക്തയിലായപ്പോൾ തനിക്കെതിരായ കേസിൽ വെളിച്ചത്തേക്കാൾ വേഗത്തിലാണ് വിധി പുറപ്പെടുവിച്ചത് എന്ന് KT ജലീൽ പറഞ്ഞിരുന്നു. തക്ക പ്രതിഫലം കിട്ടിയാൽ എന്ത് കടുങ്കയും ചെയ്യാൻ മടിക്കാത്തയാളാണ് ഈ ലോകായുക്ത ജസ്റ്റിസ്. അതുകൊണ്ടാണ് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ സഹോദര ഭാര്യ ജാൻസി ജെയിംസിന് വേണ്ടി ജസ്റ്റിസ് സിറിയക് ജോസഫ് വൈസ് ചാൻസലർ പദവി വിലപേശി വാങ്ങിയതെന്ന് KT ജലീൽ പറഞ്ഞിരുന്നു. 2005 ജനുവരി 25 ഐസ്ക്രീം പാർലർ കേസിൽ പുറത്തുവന്ന വിധിയുടെ കോപ്പിയും 2004 നവംബർ 14 സഹോദര ഭാര്യ VC സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവുമൊക്കെ അന്ന് KT ജലീൽ പുറത്തേക്ക് വിട്ടിരുന്നു. ജസ്റ്റിസ് സിറിയക് ജോസഫിന് നേരെയുള്ള ഈ ആക്രമണത്തിനെതിരെ ചെറുവിരലനക്കുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ മൗനാനുവാദം ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് വ്യക്തം. എന്നാൽ KT ജലീൽ ആക്രമിച്ചു കളിക്കുക മാത്രമല്ല, ഓരോ ദിവസവും ഗുരുതരമായ ആരോപണങ്ങളാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിനു നേരെ ഉന്നയിക്കുന്നത്. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് തീർത്തും ദുർബലനായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സഹായിക്കാൻ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. എന്തിനേറെ അദ്ദേഹത്തിന് വേണ്ടി ഒരു വാക്കു പറയാൻ പോലും കൂട്ടത്തിൽ ആരുമില്ലാത്ത കാഴ്ച. KT ജലീലിന്റെ ആക്രമണങ്ങൾ ഇനിയും തുടരും എന്നു തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.